ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് വളരെ വിഷമത്തോടു കൂടിയ ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ഓഫീസിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ച സമയത്താണ് പോയത്. നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഒരു 2 മണിക്കായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും ഞാനും കൂടി നേരത്തെ പോയി അവിടെ നിൽക്കുകയാണ്. നല്ല വെയിലും ഉണ്ട്, നല്ല ക്യൂവും ഉണ്ട്. ആ സമയത്ത് ഒരു 10-30 വയസ്സ് തോന്നുന്ന ഒരു പയ്യൻ, ഒരു 10-12 പേര് ക്യൂവിലുണ്ടായിരുന്നു. കുട്ടികളും വയസ്സായവരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു, മുതിർന്നവരും എല്ലാം ഉണ്ടായിരുന്നു. ഈ പയ്യൻ നമ്മുടെ ക്യൂ ഭേദിച്ചുകൊണ്ട് ഒന്ന് പുഷ് ചെയ്ത് അദ്ദേഹം മുമ്പേ കയറി ആ ഡെസ്കിലിരിക്കുന്ന കുട്ടിയോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും അവന് ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും അതെല്ലാം ചെയ്ത് തീർക്കുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. നമ്മൾ എന്തിനാ ക്യൂവിൽ നിന്നത് ഇത്രയും സമയം? നമ്മൾ തന്നെ ഒരു 20 മിനിറ്റോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് നമ്മുടെ നമ്പർ എത്തിയത്. ഇദ്ദേഹം വന്ന പാടെ തന്നെ അടുത്ത് നിന്ന വ്യക്തിയെ പുഷ് ചെയ്താണ് ഫ്രണ്ടിലോട്ട് കയറി പോകുന്നത്. എന്തിനാ വ്യക്തികൾ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മളെല്ലാവരും നമ്പർ എടുത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടെ. അപ്പോൾ ക്യൂവിൻ്റെ ഉദ്ദേശം എന്താണ്? റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒന്ന് നോക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി കുനിഞ്ഞ് തന്നെ ഇരുന്ന് ആ കുട്ടിയുടെ പേപ്പർ വർക്ക് മാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആ കുട്ടി ബോധവതിയല്ലായിരുന്നു. ഇങ്ങനെ ആ പയ്യൻ അങ്ങനെ ചെയ്തപ്പോൾ ബാക്കിലോട്ട് നിന്നവർക്കെല്ലാം ദേഷ്യം വന്നു. കാര്യം ഒന്നാമത് വെതർ നല്ല ചൂടാണ്, എല്ലാവരും ടയർഡായി നിൽക്കുന്ന ഒരു സമയവുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ടയർഡായി, അദ്ദേഹവും ഇങ്ങനെ ടയർഡായി നിൽക്കുന്ന സമയമായിരുന്നു ഈ പുഷിങ്ങും പുള്ളിങ്ങും സ്റ്റെപ്പിങ്ങും എല്ലാം നടന്നത്. എന്നിട്ട് ഈ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ സാഹചര്യം പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഒരു ഓഫീസിൽ ചെന്നാലോ, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലോ, ഒരു ഷോപ്പിൽ ചെന്നാലോ, നമ്മൾ എവിടെ എന്തൊരു ആവശ്യത്തിന് ചെന്നാലും ക്യൂ പാലിക്കുക എന്ന് അവിടെ എഴുതി വെച്ച് വലുതായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ആരും തന്നെ ക്യൂ പാലിക്കുന്നത്, എല്ലാവരും ഒന്നിനൊന്ന് മുമ്പോട്ട് പുഷും പുള്ളും ചെയ്ത് സ്റ്റാമ്പിങ് ചെയ്ത് ചവിട്ടി എല്ലാം അവർക്ക് മുമ്പേ കയറണം. എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും സമാധാനത്തോടു കൂടി ക്യൂവിൽ വെയിറ്റ് ചെയ്യുമ്പോൾ 1-2 വ്യക്തികൾ വന്ന് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രായമായവർ വന്ന് കുറച്ച് സമയം ക്യൂവിൽ നിൽക്കുമ്പോൾ അവർക്ക് തളർച്ച ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അവർ സമാധാനത്തോടു കൂടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ യങ് ജനറേഷനായിട്ടുള്ള പിള്ളേർ വന്ന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തുറന്ന് പറയണം, ഇത് തുറന്ന് സംസാരിക്കണം. കാര്യം ഓരോ സ്ഥാപനത്തിലും പാലിക്കേണ്ട നിയമങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി വയ്ക്കണം. പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ അത് എഴുതി വയ്ക്കാനെങ്കിലും തയ്യാറാകണം. ക്യൂ പാലിക്കാൻ നമ്മുടെ ജനറേഷനെയും കുട്ടികളെയും എല്ലാവരും അത് പഠിച്ചിരിക്കണം. ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഇതെല്ലാം മറന്നു പോകുന്നു? മറ്റുള്ള രാജ്യങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു സമീപനം ഇന്ന് വരയ്ക്കും കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിലെ ക്യൂ ആണെങ്കിലും സെയിം അവസ്ഥയാണ്. ആളുകൾ പുഷാണ് നമ്പർ എടുക്കാൻ, ഡോക്ടറെ കാണാൻ. രോഗികളായിരിക്കും പാതി പേരും അവിടെ നിൽക്കുന്നത്. അവരെ ഉപദ്രവിക്കുക, അവരെ തള്ളുക. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവർ സോറി പോലും പറയില്ല. എന്തുകൊണ്ട് മനുഷ്യർ ഇങ്ങനെ ആയിത്തീരുന്നു? നമ്മുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണ്ടേ? നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ദയവ് ചെയ്തത് ഷെയർ ചെയ്യുക. നമുക്കെല്ലാവർക്കും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടയോ? എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഇനി മുതൽ. Thank you for watching and see you soon with another vlog. Till then, bye for now.